കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയ നിറഞ്ഞവരെ, കുടുംബം അനുഗ്രഹമാകുന്നതിന് തോബീത്ത് തന്റെ മകനായ തോബിയാസിന് കൊടുക്കുന്ന അഞ്ചാമത്തെ നിർദ്ദേശം, അഞ്ചാമത്തെ കൽപ്പന ദാനധർമ്മം ചെയ്യുക എന്ന കൽപ്പനയാണ്. 7 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എന്ന് പറഞ്ഞവരെ, ദാനധർമ്മം ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആ സമ്പത്തിൻ്റെയും സമയത്തിൻ്റെയും ദശാംശം കൊടുക്കുക, ദാനധർമ്മം ചെയ്യുക. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിനുള്ള പരിഹാരമാണ്. അത്യുന്നതന് ഏറ്റവും പ്രീതിയേറിയ കാഴ്ചയാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 8, 9, 10 വാക്യങ്ങളിൽ കർത്താവ് പ്രവാചകനോട് പറയുന്ന മനോഹരമായൊരു സന്ദേശമുണ്ട്. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുന്നു. കാഴ്ചകളിലും ദശാംശങ്ങളിലുമാണ് കൊള്ളയടിക്കുന്നത്. അവന്റെ ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരട്ടെ, ഞാൻ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലെന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവിൻ. പ്രിയ നിറഞ്ഞവരെ, ദൈവം നമുക്ക് നൽകിയിരുന്ന അനുഗ്രഹങ്ങളുടെ ആ ദശാംശം കൊടുക്കുവാൻ, ദാനധർമ്മം ചെയ്യുവാൻ നമ്മൾ കടപ്പെട്ടവർ. ആ ദാനധർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമായി, ഐശ്വര്യമായി. കുറച്ചേ ഉള്ളവെങ്കിൽ അതിനനുസരിച്ച് ദാനം ചെയ്യാനാണ് വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. തോബീത്ത് തൻ്റെ മകൻ തോബിയാസിനോട് പറയുന്ന മനോഹരമായ നിർദ്ദേശം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം. മൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്നു, അപകടകരമായ മരണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ദാനധർമ്മത്തിന് കഴിവുണ്ടെന്ന് വചനം പറയുകയാണ്. അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുന്നു. തിന്മയുടെ സ്വാധീനം മൂലം നമ്മുടെ ജീവിതത്തെ അന്ധകാരത്തിന് പ്രവൃത്തിയിലേക്ക് നമ്മൾ അറിയാതെ തിന്മയുടെ സ്വാധീനം നമ്മളെ കൊണ്ടുപോകുന്നെങ്കിൽ അതിൽ നിന്ന് കാത്തുകൊള്ളുവാനുള്ള കഴിവ് ഈ ദാനധർമ്മം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് ഉണ്ട് എന്ന് വ്യക്തമായി വചനം പറയുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിലയേറിയ കാഴ്ചയാണ്. പ്രിയ നിറഞ്ഞവരെ, ദിവ്യാനീശ്വര മൂലം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ദാനധർമ്മം ചെയ്യുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. അതുവഴി ഞങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി തീരട്ടെ. യേശുവേ നന്ദി. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കുടുംബാനുഗ്രഹത്തിന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ തോബീത്തിന്റെ ജീവിതത്തിൻ്റെ, തോബീത്ത് കുടുംബത്തിൻ്റെ ജീവിതത്തിൽ തോബിയാസിന് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹമായി തീരുവാനായിട്ട് കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും, ദിവ്യകാരുണ്യ ഈശോനാഥ ഞങ്ങളെ ഓരോരുത്തർക്കും അങ്ങയുടെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിച്ചാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വരുവോളം നിന്നെ പുകഴ്ത്താൻ മർത്യായുസ്സിൻ മാത്രകൾ പോരാ. മതി വരുവോളം നിന്നെ പുകഴ്ത്താൻ മർത്യായുസ്സിൻ മാത്രകൾ പോരാ. സാധ്യമാകുന്നോളം സ്തുതി പാടുവാൻ ആരാധനയ്ക്കായി നിൻ മുൻപിലെത്തി. ദൈവത്തിൻ സ്നേഹമേ, ദിവ്യകാരുണ്യമേ, നിന്നെ പുകഴ്ത്തിയിടുന്നു. സ്നേഹത്തിൻ നിറവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.